Good morning, Malayalis. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് രണ്ട് കാരണമാണ്. എനിക്ക് മലയാളം നല്ലവണ്ണം അറിയില്ല. ഞാൻ കേരളത്തിൽ നിന്ന് 16 വയസ്സിൽ ഹൈസ്കൂൾ കഴിഞ്ഞ് പുറം രാജ്യങ്ങളിലാണ് ജീവിച്ചത്, ഇൻക്ലൂഡിങ് ബോംബെ, ഡൽഹി ആൻഡ് അതർ കൺട്രീസ്. അപ്പോൾ എൻ്റെ മലയാളം ഫ്ലുവൻ്റ് അല്ല. സോ ഞാനിത് ഉണ്ടാക്കാൻ കാരണം, മലയാളത്തിൽ ഉണ്ടാക്കാൻ കാരണം, ഞാൻ ഇംഗ്ലീഷിൽ കുറേ വീഡിയോസ് ഉണ്ടാക്കിയിരുന്നു. അത് എന്തിനെ പറ്റിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ നടക്കുന്ന, കോർട്ടിൽ നടക്കുന്ന കളികളെപ്പറ്റി. ഞാനൊരു കേസ് 38 കൊല്ലമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ആ കേസ് സുപ്രീം കോർട്ടിൽ ഒരു 5 പ്രാവശ്യം കണ്ടു പോയി, US സുപ്രീം കോർട്ടിൽ. അപ്പോൾ ആ കേസിൽ ഹിയറിംഗ് ഇല്ല, ട്രയലില്ല, ഡിസ്കവറി ഇല്ല. അതാണ് അവിടുത്തെ കളി. ഈ കളിക്ക് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്വേഴ്സറിക്ക് നമ്മളെ ബീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ പലതരം ഫൗൾ കളികൾ നടത്തും. ഞാനതിൽ പെട്ടുപോയി. ഇതിൻ്റെ അടുത്തൊരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള സംഭവങ്ങളാണ്. അവിടെ കൊലപാതകം നടക്കുന്നത് പൊളിറ്റിക്കലായിട്ട്, പെണ്ണുങ്ങളെ, സ്ത്രീകളെ ഉപയോഗിക്കുന്നത് അവരുടെ പർപ്പസിന് വേണ്ടി, ക്ലിയർ കേസസ്, അങ്ങനെയുള്ള സംഗതികളാണ് ഞാൻ എക്സ്പോസ് ചെയ്യുന്നത്. ഇതൊരു ഷോർട്ട് ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, ഞാൻ അമേരിക്കയിൽ ജോലി ചെയ്യുമ്പോൾ ആദ്യം തന്നെ അമേരിക്ക വന്നതെന്ന് തന്നെ എനിക്കൊരു ജോലി കിട്ടി. ഒരു മിച്ചിഗൻ ബെൽ ടെലിഫോൺ കമ്പനി എന്ന് പറഞ്ഞ ഒരു കമ്പനി, അത് at&t കമ്പനിയുടെ ഒരു സബ്സിഡിയറി ആയിരുന്നു. സോ ദ ഫസ്റ്റ് ഡേ അവിടെ വന്ന വഴിക്ക് ആദ്യത്തെ ദിവസം ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ എന്നെ ഒരു ഡിവിഷൻ മാനേജറുടെ കൂടെ ജോലി ചെയ്യാൻ പറഞ്ഞയച്ചു, ഒരു സെക്രട്ടറി ആയിട്ട്, മെയിൽ സെക്രട്ടറി. ഞാൻ ഇന്ത്യയിൽ സെക്രട്ടറി ആയി ജോലി ചെയ്തിട്ടുണ്ട്. ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലും. ചീഫ് ജസ്റ്റിസ്, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഡോക്ടർ തേജ സിംഗ് എന്ന് പറഞ്ഞ അയാൾക്ക് മരിച്ചുപോയി. അയാൾ വീട്ടിൽ കുറച്ച് നാൾ ജോലി ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ഞാൻ ഒരു പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഓഫീസറായി ജോലി ചെയ്തതാണ്. അവിടെ നിന്ന് ഞാനും എൻ്റെ വൈഫും എൻ്റെ 3 യങ് ഡോട്ടേഴ്സ്, ഞങ്ങളാണ് അമേരിക്കയിൽ വന്നത് 1974. ആൻഡ് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെയിൽ ബോസിന് എന്നെ ജോലി ചെയ്യാൻ പറഞ്ഞയച്ചപ്പോൾ അയാൾ പറഞ്ഞ അയാൾക്ക് എന്നെ വേണ്ട, പെണ്ണ് മതി, നോ പ്രോബ്ലം. അപ്പോൾ സെൻട്രൽ പേഴ്സണൽ പറഞ്ഞു, മിസ്റ്റർ ഡേവിഡിനെ ഇടിച്ചേ പറ്റുള്ളൂ, ഞങ്ങൾക്കൊരു ഈക്വൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് മിസ്റ്റർ ഡേവിഡ് ഫുള്ളി ക്വാളിഫൈഡ്, കോമ്പിറ്റൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ്. സോ ഈ മനുഷ്യൻ എന്നെ എടുത്തു. 3 ദിവസം കഴിഞ്ഞ് അവർ പറയാം, യു ആർ നോട്ട് ഫിറ്റ് ടു ഡു മൈ ജോബ്, വി ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻ ടു. സോ അയാൾ എന്നെ ഡിമോട്ട് ചെയ്തു. അതിന് ശേഷം ഞാനൊരു EEOC കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു ഇവർക്കെതിരായിട്ട്. EEOC എന്ന് പറഞ്ഞാൽ ഈക്വൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു ഏജൻസി US കോൺഗ്രസ് ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മുടെ ഒരു മലയാളി അവിടുത്തെ ചെയർമാനായിരുന്നു കുറേ കൊല്ലങ്ങൾ മുമ്പ്, ജോയ് ചെറിയാൻ എന്നാണ് തോന്നിട്ട് പേര്. സോ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഈ കമ്പനീനെ ഗിൽറ്റി ആണെന്ന് കണ്ടുപിടിച്ചു. അവരോട് എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യാനും കോമ്പൻസേഷൻ തരാനും പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒരു 4 ഡിഫറെൻറ്റ്, ഒരാൾ ഒരു അമേരിക്കൻ വൈറ്റ്, ഒരാൾ അമേരിക്കൻ ബ്ലാക്ക്, ഒരു ജർമ്മൻ, ഒരു ഫ്രഞ്ച്, ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇവരൊക്കെ എന്നെ ഫൗണ്ട് ബി ഓവർ ക്വാളിഫൈഡ്. എൻ്റെ മിസ്റ്റേക്ക് അല്ല, അവർ ഫൗണ്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ എന്നെ ഒരു 3 ദിവസത്തെ ഒരു അസസ്മെൻ്റ് ഉണ്ട്, മാനേജ്മെൻറ്റ് അസസ്മെൻ്റ് എന്ന് പറയും. അതിന് പറഞ്ഞയച്ച് അതിൽ ടോപ്പ് സ്കോർ കിട്ടി. അപ്പോൾ കമ്പനിയുടെ പ്രാക്ടീസ് അനുസരിച്ചിട്ട്
ഈ ടോപ്പ് സ്കോർ കിട്ടിയ ആളെ ഇമ്മീഡിയറ്റ്ലി പ്രൊമോട്ട് ചെയ്ത് 3 കൊല്ലത്തെ ഇൻറ്റൻസീവ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിന് അയക്കണം. ഇവരെന്നെ അയക്കില്ല, ഒന്നും ചെയ്യില്ല. എന്നോട് ടെസ്റ്റ് റിസൾട്ട് ഇവർക്ക് പറയില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് ഇവരുടെ പേരിൽ റിറ്റാലിയേഷൻ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവർ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നെ പിടിച്ച് പ്രൊമോട്ട് ചെയ്ത് ഫ്ലോറിഡ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, ഒർലാൻഡോ എന്ന് പറയും, അവിടെയായിരുന്നു ഇവരുടെ ഈ ആൻറ്റി ട്രസ്റ്റ് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റുള്ളത്, മൊണോപ്പൊളീസ് ഡിവിഷൻ. അവിടെ എന്നെ പറഞ്ഞയച്ചു വർക്ക് ചെയ്യാൻ. എൻ്റെ കൂടെ ഒരു 1500 ആൾക്കാരുണ്ട്. എല്ലാവരും ഈ ഒരു കേസിന് വർക്ക് ചെയ്യുന്നതാണ്. USA വേഴ്സസ് at&t എന്നാണ് കേസിൻ്റെ പേര്. ഇവരുടെ മൊണോപ്പൊളി തകർക്കാൻ. ഒരു 2.5 വർഷം ഞാൻ ജോലി ചെയ്തപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവർ പറഞ്ഞു, ഇവർ കമ്പനിയിലെ ആൾക്കാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുകയാണ്, എനിക്ക് $45,000 തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ടാന്ന് പറഞ്ഞു. എന്നെയും എൻ്റെ വൈഫിനെയും വിളിച്ചു. ഞങ്ങൾ രണ്ടാളും പറഞ്ഞു പൈസ വേണ്ട. അന്ന് എൻ്റെ മക്കളൊക്കെ വളരെ യങ് ആയിരുന്നു. ഇളയ മകൻ 3 വയസ്സ്, ഒരു ഡോട്ടർ 7, ഒന്ന് 9, ഒന്ന് 11. അന്ന് 4 ചിൽഡ്രനാണ്. സോ ഇവരെന്നെ യാതൊരു കാരണമില്ലാണ്ട് തിങ്കളാഴ്ച $5,000 ശമ്പളം കൂട്ടി തന്നിട്ട്, ദാറ്റ്സ് കോൾഡ് മെറിറ്റ് ഇൻക്രീസ്, എന്നെ ഫയർ ചെയ്യാണ്. യാതൊരു കാരണവുമില്ല. വൈ ഐ എം സെയിങ് ദിസ് ഇസ്, ഇന്ത്യയിലും ഈ സെയിം അഭ്യാസം അവർ ചെയ്യും. ബിക്കോസ് നോട്ട് ഓൾ കോർപ്പറേഷൻസ് ആർ ഗുഡ്. They are, greedy for making money, and they will do anything and everything. Okay, I want Indian lawyers, Indian practicing lawyers, working employees, and the defending lawyers, they should all know, except also the judges. അവിടെ നടക്കുന്നത് ഈ കേസ് 38 കൊല്ലം കോർട്ടിൽ നടന്നു. അപ്പോൾ ഇവരെന്നെ കൊണ്ടൊരു റിലീസ് സൈൻ ചെയ്തു. ഐ സൈൻഡ് അണ്ടർ ഡ്യൂറസ് ബിക്കോസ് ഐ ഹാഡ് നോ മീൻസ്. എനിക്ക് എൻ്റെ മക്കളെയും ഫാദറിനെയും വൈഫിനെയും ഫീഡ് ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ കഴിവില്ല. അപ്പോൾ ആ റിലീസ് സൈൻ ചെയ്ത് ഞാൻ അണ്ടർ ഡ്യൂറസ്, കോഹേഷൻ ആൻഡ് ത്രൂ ഫ്രോഡാണ്. ഐ ഹാവ് നോ ഓപ്ഷൻ. ഇവരെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടാക്ടിക്സാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കോർപ്പറേഷൻ്റെ, വലിയ കോർപ്പറേഷൻ്റെ ടാക്ടിക്സുകളാണ്. അവർക്ക് ജയിക്കാൻ മാർഗമില്ലെങ്കിൽ, അവർ പ്രസ്റ്റീജ് ഇഷ്യൂ വന്നു കഴിഞ്ഞ് ഇവർ നാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ എന്തും ചെയ്യും. എൻ്റെ കണക്ക് പ്രകാരം അവർ $30 million സ്പെൻഡ് ചെയ്തു ഈ കേസിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട്. അതിന് കൂടാതെ കണ്ട് മണി അടിയിൽ കൂടെ കൊടുക്കുന്നത് ഇവരുടെ ഏജൻറ്റുമാർക്കും, ഈ അണ്ടർ കവർ ഏജൻസും ജഡ്ജിനൊക്കെ ഇൻഡയറക്റ്റ്ലി മണി പോകുന്നത്. I am an American, naturalized American, and all my children, everybody, we are all US citizens. I got 3 citizenships, British citizenship and Indian too. So I got 3 citizenships. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 80 വയസ്സായി, അധികം നാളുണ്ടാവില്ല. പക്ഷേ ലോകം അറിഞ്ഞിരിക്കണം, ഞാൻ മരിക്കുന്നതിൻ്റെ മുമ്പ് അവിടെ നടക്കുന്ന ജുഡീഷ്യൽ കളികൾ അതറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇവരെ ഒരു മോഷൻ ടു ഡിസ്മിസ് എന്ന് പറഞ്ഞൊരു ആർഗ്യുമെൻ്റ് കൊണ്ടുവരും. മോഷൻ എന്ന് പറഞ്ഞ പെറ്റീഷൻ ടു ത്രോ ദ കേസ്, സെയിങ് ദാറ്റ് ഞാനൊരു റിലീസ് സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവരുടെ കണ്ടൻഷൻ. അപ്പോൾ US സുപ്രീം കോർട്ടിൽ 1973 പറഞ്ഞിട്ടുള്ളതാണ്. ആ കേസിൻ്റെ പേര് അലക്സാണ്ടർ വേഴ്സസ് ഗാർഡനർ ഡെൻവർ. ആ കേസിൽ US സുപ്രീം കോർട്ട് പറയുന്നത്, an employer can obtain a release, no problem, provided the release is signed by the employee freely, voluntarily and knowingly. 3-pronged test ആണ്. അപ്പോൾ ഈ എംപ്ലോയർക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല.
ബിക്കോസ് എന്നെ ഫയർ ചെയ്തിട്ട് അടുത്ത ദിവസം ഞാൻ പോയി അവിടെ ഒരു പിക്കറ്റിംഗ് നടത്തി. ഞാനും എൻ്റെ മക്കളും ഫാദറൊക്കെ ചെന്നിട്ട് അത് ടെലിവിഷനിലും പ്രൈം ടൈം ടെലിവിഷനിലും ന്യൂസ് പേപ്പറിലൊക്കെ വന്നു. അപ്പോൾ ഞാൻ ക്വിറ്റ് ചെയ്താണെങ്കിൽ ഞാൻ പോയി പിക്കറ്റ് ചെയ്യാൻ പോവോ? വൺ എവിഡൻസ്. സോ ഇവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, എസ്പെഷ്യലി ബിഫോർ എ ജൂറി. ജൂറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലില്ല, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു 1955 ഒരു നാനാവധി കൊലക്കേസിലാണ് ആ ജൂറി സെലക്ഷൻ എടുത്തു കളഞ്ഞത് ഇന്ത്യയിൽ. സോ അമേരിക്കയിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈൻഡിങ്സ് ഓഫ് ഫാക്ട്സ് അത് ആരാ തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജൂറിയാണ്. ജഡ്ജിന് ഇങ്ങനെ ഇരുന്ന് കാണാനേ പറ്റുള്ളൂ. അപ്പോൾ ലോയേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യും, ഈ ജൂറി കേൾക്കും. ജൂറി എന്ന് പറയുന്നത് അവിടുത്തെ എലിജിബിൾ വോട്ടേഴ്സ്, അവരൊരു 500 ആളെ വിളിച്ച് അതിൽ നിന്ന് ഒരു 10 ആളെ മാത്രം 10-12 ആളെ എടുക്കുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പൊക്കോളാൻ പറയും. അത് എംപ്ലോയേഴ്സിന് വേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം അവർ നാറാൻ പോവുകയാണല്ലോ. ഓക്കെ, ഇവരുടെ ടാക്ടിക്സാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർ അപ്ലൈ ചെയ്യുന്ന ടാക്ടിക്സ് ഇവിടെ ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയിൽ പറ്റില്ല. ബിക്കോസ് ഇവിടെ ജഡ്ജിമാർ they are cautious, they are not vulnerable like in America. There may be little corruption here and there, but they are honorable judges. And also we have competent lawyers. Okay, but youngsters, they may not be knowing. അപ്പോൾ ഞാൻ ഇത് പറയുന്നത് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ യങ്സ്റ്റേഴ്സ്, യങ് ലോയേഴ്സ്, ആസ്പയറിംഗ് ലോയേഴ്സ് ഇൻ ദ ലീഗൽ ഫീൽഡ്. ബിക്കോസ് ഐ എം ആൻ എക്സ്പീരിയൻസ്ഡ് ലിവിങ് പ്രൂഫാണ്. അത് കഴിഞ്ഞ് ഇവർ ഈ ജഡ്ജിനെ പിടിക്കാൻ വേണ്ടി പല കൗശലങ്ങളും ഒപ്പിച്ചു. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഒരു വക്കീലുണ്ടായിരുന്നു, അയാളെ പിടിച്ച് ജഡ്ജാക്കാൻ നോക്കി. ഞാൻ അയാളുടെ ഓഫീസിലിരിക്കുമ്പോൾ ഫോൺ അടിച്ചു. ഞാനാ ഫോൺ എടുത്തത്. അയാളുടെ പേര് സിറിയാക് കാപ്പൽ എന്നാണ്. കാപ്പൽ പുള്ളിയാണ് മൊറാർജി ദേശായിയുടെ ഒരു കേസ് അമേരിക്കയിൽ വാദിച്ചത്. സോ ഹി വാസ് എ വെരി വെൽ നോൺ അഡ്വക്കേറ്റ്. അത് കഴിഞ്ഞ് അത് പറ്റിയില്ല കണ്ടപ്പോൾ ഇവർ കുറേ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു കാപ്പിന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് സൂക്കട് വേറെയാണ്, ഇവരെ ചാക്കിട്ട് പിടിക്കാനാണ്. അപ്പോൾ പുള്ളി ഡിഡ്ന്റ് fall into their trap. പിന്നെ they try to make it difficult. ഓക്കെ, ഇവരെ ടാക്ടിക്സുകളാണ് പറയുന്നത്, കോർപ്പറേഷൻ്റെ ടാക്ടിക്സ്. അപ്പോൾ ഇതൊന്നും പറ്റിയില്ല. പിന്നെ ഇവർ they wanted to make it hard. They propounded 1300 ഇൻട്രോഗേറ്ററീസ്. സാധാരണ ഡിസ്കവറി ചെയ്യുന്നത് ഓറൽ എക്സാമിനേഷനാണ്, EBT എന്ന് പറയും, എവിഡൻസ് ബിഫോർ ട്രയൽ ഓർ ഡെപ്പോസിഷൻ. അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ആദ്യത്തെ ഡോസാണ് ഈ 1300 ഇൻട്രോഗേറ്ററി. സോ കാപ്പിൽ സെഡ് ഇറ്റ് ഇസ് ഓവർലി ബ്രോഡ് ആൻഡ് ബേർഡൻസം, he can't do it, but he answered. അത് കഴിഞ്ഞ് പിന്നെ ഇവർ പറഞ്ഞു ലോയറോട്, ഞങ്ങളിത് ഭയങ്കര എക്സ്പെൻസീവ് ആക്കാൻ പോവാണ്, നിങ്ങൾക്കിത് ഒറ്റയ്ക്ക് ഇരുന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനും ഈ കാപ്പിലും തമ്മിൽ സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഹൈ എക്സ്പെൻസ് കൊടുക്കാൻ പറ്റില്ല ലോയർക്ക്, അവിടെ വലിയ റീറ്റെയിലർ വേണം അമേരിക്കയിൽ. ഇങ്ങനത്തെ കേസ് ലോയേഴ്സ് ഹാൻഡിൽ ചെയ്യില്ല ജനറലി, എസ്പെഷ്യലി വലിയ കോർപ്പറേഷൻ ആകുമ്പോൾ. അപ്പോൾ അവർ കണ്ണടക്കിയുള്ളൂ ഈ വലിയ വലിയ താപ്പന്മാരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വലിയ ഇതിനെ കൊണ്ടുവരും അവർ, വലിയ കോർപ്പറേഷൻ. അപ്പോൾ അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേ ഇറ്റ്, മാക്സിമം ഡിലേ. അപ്പോൾ ഒരു എംപ്ലോയി ഹു ഇസ് വിത്തൗട്ട് ജോബ്, നോ മീൻസ്, ഹി കാൺട്ട് ഹാൻഡിൽ ഇറ്റ്, ഹി കാൺട്ട് പേ ദ ലോയർ. അത് കൂടാതെ കണ്ട് വേറൊരു ടാക്ടിക്സ് ഇവർ ചെയ്യുന്നത്, അവർ നമ്മളെ ഈ എംപ്ലോയിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ എംപ്ലോയർ ചോദിക്കും ഈ എംപ്ലോയറോട് എങ്ങനെയാണ് ഇവനെന്ന്. അപ്പോൾ ഇവനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനാണ് ഇവരുടെ പ്ലാന്. അപ്പോൾ അവർ സീക്രറ്റ്ലി പറയും നോ ഗുഡ് എന്ന് പറയും. അപ്പോൾ ആ പുതിയ എംപ്ലോയർ എടുക്കില്ല. സ്ട്രാറ്റജിയാണ്, കോർപ്പറേഷൻ്റെ സ്ട്രാറ്റജിയാണ്. ഇതൊക്കെ ഞാൻ പോയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. എനിക്കൊരു പാർക്കിംഗ് ടിക്കറ്റ് മുതൽക്കില്ലാത്ത ആളാണ് ഞാൻ. പല സ്ഥലത്തും ഇൻ്റർവ്യൂക്ക് പോയി. ഒന്ന് എക്സാൻ കോർപ്പറേഷനിൽ ഈ ഹ്യൂസ്റ്റണിൽ, അതൊരു ലോസൂട്ട്.
സിറ്റി ഓഫ് മയാമി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എനിക്ക് 96.8 മാർക്ക് കിട്ടിയതാണ് കോമ്പറ്റേറ്റീവ് ടെസ്റ്റിൽ. അവരെടുക്കില്ല, US ഗവൺമെൻറ് എടുക്കില്ല. അവസാനം ഞാൻ US ഗവൺമെൻറ്റിനെ ത്രട്ടൺ ചെയ്തു, നിങ്ങൾ എന്നെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ സൂ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേരിലൊരു ഒരു പാർക്കിംഗ് ടിക്കറ്റ് ഇല്ലാത്ത ആളെ അവർക്ക് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്? അവരെന്നെ ക്ലിയർ ചെയ്ത് ഫെഡറൽ ഗവൺമെൻറ്റിൽ ഞാൻ വർക്ക് ചെയ്തു ഒരു 1.5 കൊല്ലം മയാമിയിൽ, ഇവരുടെ അപ്പീൽ ഡിവിഷനിൽ, US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രഷറി. ഇവരെന്താ ചെയ്യുന്നത്? ട്രൈങ് ടു മേക്ക് ഹാർഡ് സോ ദാറ്റ് യു വോണ്ട് ബി ഏബിൾ ടു ഫൈറ്റ്. അതാണ് ഇവരുടെ ട്രിക്ക്. മനസ്സിലായോ? ലോയേഴ്സ് അറിഞ്ഞിരിക്കണം ഇവരുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത്, ഹൗ ഈ എംപ്ലോയിനെ സ്ക്രൂ ചെയ്യാന്നുള്ളതാണ് ഇവരുടെ പ്ലാന്. They don't want to settle the case. They don't want to admit they made a mistake. ഈ അറബികളൊക്കെ എത്ര നല്ലതാണ് കണക്ക് നോക്കുമ്പോൾ. അവരുടെ എംപ്ലോയീസിന് അവർക്ക് ഡ്യൂ ഉള്ളത് കൊടുക്കും, യാതൊരു പ്രശ്നവുമില്ല. കോൺട്രാക്ട് എഗ്രി ഉണ്ടോ അതുണ്ടെങ്കിൽ ബ്രീച്ച് ചെയ്താൽ അവർ പൈസ കൊടുക്കും. അവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ കൊടുക്കണേ കൊടുക്കും. ഇവരിതൊന്നും ചെയ്യില്ല ഈ കമ്പനി. ഇത് വലിയ കോർപ്പറേഷനാണ് അമേരിക്കയിലെ. ഇവരുടെ കളികളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ വക്കീലിനെ വെടിവെച്ച് കൊന്നു. സിറിയ കാപ്പിനെ വെടിവെച്ച് കൊന്നു. ഐ കാൻ ടൈ ഡയറക്റ്റ്ലി ഇവരാണോ ഇതിലുള്ളത്. പക്ഷേ എനിക്ക് സീരിയസ് സംശയമുണ്ട്. അതിൽ പറയുന്ന 2 ഇന്ത്യക്കാർ തമ്മിലൊരു ഫൈറ്റ് നടന്നു, ഒരുത്തൻ കണ്ടെടുത്ത് വെടിവെച്ചു എന്നാണ് പേപ്പർ റിപ്പോർട്ട്. എനിക്ക് അറിയുമായിരുന്നില്ല, 2 പേരും കണ്ടിട്ടില്ല. ഞാൻ അറിയുന്നത്, ഞാൻ ന്യൂയോർക്കിലും ഇയാൾ ചിക്കാഗോയിലാണ്. അത് കഴിഞ്ഞ് അടുത്ത കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രയൽ ജഡ്ജിനെ പിടിക്കണം. ഒറ്റ മാർഗമുള്ളൂ ഇവർക്ക് ഈ ട്രയൽ ജഡ്ജിനെ പിടിക്കാൻ. ഇവർ കണ്ടുപിടിച്ചു ഈ ജഡ്ജിൻ്റെ കൂടെ ഒരു പെണ്ണ് ജോലി ചെയ്തിരുന്നു. അവളാണ് അടുത്തത് വലിയ കളിക്കാരി. അവൾ സുന്ദരിയായിരുന്നു. അവളെ പിടിച്ച് ഇവരുടെ ലോയറാക്കി വെച്ചു. ആരുടെ? AT&Tയുടെ. അത് കഴിഞ്ഞിട്ട് ഇവള് ജഡ്ജിൻ്റെ വീട്ടിൽ പോകും. ട്രയൽ ജഡ്ജിൻ്റെ വീട്ടിൽ ഇവള് പോകും. ജഡ്ജ് ഇവളുടെ വീട്ടിൽ പോകും. ഇവർ പ്രൈവറ്റായി അറ്റ്ലാന്റയിൽ പോയി മീറ്റ് ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാവോ, ഒരു ചെറുപ്പക്കാരി പെണ്ണും ട്രയൽ ജഡ്ജും എന്തിനാ പോകുന്നതെന്ന്. ഓപ്പോസിറ്റ് പാർട്ടിയുടെ ലോയർ. ഞാൻ പിടിച്ചു ഇവരെ. പിടിച്ചു കഴിഞ്ഞ് പറയാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ജഡ്ജിന് എനിക്ക് സംശയം തോന്നി, എന്തോ കളി നടക്കുന്നുണ്ടെന്ന്. എനിക്കറിയില്ല ഇവർ ബന്ധമുണ്ട്, ഇവർ കണക്ഷനാണ്, മീറ്റ് ചെയ്യുന്നതൊന്നും അറിയില്ല. എപ്പോൾ ചെന്നാലും ജഡ്ജ് പറയും അവൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് വരാൻ പറയും. ഓപ്പൺ കോർട്ടിൽ നടക്കുന്ന പ്രൊസീഡിങ്ങിന് എന്തിനാ നമ്മൾ ജഡ്ജിൻ്റെ പ്രൈവറ്റ് റൂമിൽ പോകുന്നത്? അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കളി ലോകം അറിയരുത്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഇവൻ്റെ പ്രൈവറ്റ് റൂമിൽ പോകും. കേസ് പ്രൊസീഡ് ചെയ്യില്ല. ഈ ഇഷ്യൂ എന്താ കോർട്ടിൻ്റെ മുമ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സൈൻ ചെയ്തിട്ടുള്ള 2 പേജ് ഡോക്യുമെൻ്റ് വാലിഡാണോ അല്ലേ എന്നുള്ളതാണ് ഈ അലക്സാണ്ടർ കേസിൻ്റെ അടിസ്ഥാനത്തിൽ. അവർക്കറിയാം അവർക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ളത്. ദെയർ ഇസ് നോ വേ. അത് കഴിഞ്ഞ് അവസാനം ഈ സിറ്റിംഗ് ജഡ്ജ് എന്നെ ഫോണിൽ വിളിക്കുകയാണ്. ഒർലാൻഡോ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ന്യൂയോർക്കിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയാണ്, മിസ്റ്റർ ഡേവിഡ്, ഞാൻ നിങ്ങൾ അയച്ചതായ ക്വസ്റ്റ്യനെയർ എനിക്ക് കിട്ടി. അതിനെനിക്ക് റൈറ്റിങ്ങിൽ തരാൻ പറ്റില്ല, ഞാൻ ഫോണിൽ സംസാരിക്കാം. ഞാൻ ജഡ്ജിനോട് പറഞ്ഞു, യുവർ ഓണർ, താങ്ക് യു ഫോർ ഗിവിങ് മീ ദ ഓപ്പർച്യൂണിറ്റി, ബട്ട് ഐ വാണ്ട് ടു ടേപ്പ് റെക്കോർഡ് ദ ഡിസ്കഷൻസ്. അങ്ങനെ ജഡ്ജ് പേടിയുണ്ട്, ബിക്കോസ് കള്ളനെ പിടിക്കാനാണ് പോകുന്നത്. പിന്നെ ഒരാൾക്കാരായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ പറയാണ്, ഇവനും ഇവളുമായിട്ട് കാണാറുണ്ട്, ഇവൻ്റെ വീട്ടിലും അവളുടെ വീട്ടിലും. ട്രയൽ ജഡ്ജ് ഓപ്പോസിറ്റ് പാർട്ടിയുടെ ലോയർ അവൻ്റെ വീട്ടിലും ഇവളുടെ വീട്ടിലും കാണാറുണ്ട്, ഇവർ അറ്റ്ലാന്റയിൽ മീറ്റ് ചെയ്യാറുണ്ട്. എന്ത് തരം ഇമ്പാർഷ്യാലിറ്റി ആ ജഡ്ജിനുള്ളത്? പിന്നെ ഇയാൾ AT&Tയുടെ ഷെയർ ഹോൾഡറാണ്. ഈ കമ്പനിയിൽ ഇയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഒരു സബ്സിഡിയറിയിൽ ജഡ്ജ് ആവുന്നതിന് മുമ്പ്. ഇതൊക്കെ ഡാമേജിങ് ഇൻഫർമേഷനാണ്. ഈ ജഡ്ജ് ഷുഡ് ഹാവ് ഡിസ്ക്ലോസ് ദിസ് ബിഗിനിങ്.
നോട്ട് ഇൻ ദ മിഡിൽ ഓഫ് ദ ഗെയിം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളെ പറ്റി FBI റിപ്പോർട്ട് ചെയ്തു, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്. അവർ പണി തുടങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചു, US സുപ്രീം കോർട്ടിലെ ഓണറബിൾ വാറൻ ബർഗർ എന്ന് പറഞ്ഞ്. വാറൻ ബർഗർ ഒരു റിയൽ പുലിയാണ്. ലോയേഴ്സിനൊക്കെ ഭയങ്കര പേടിയാണ്. വെച്ചാൽ അയാളുടെ ജോലി ചെയ്യും കൃത്യമായിട്ട്. ഞാൻ കംപ്ലൈൻറ്റ് അയച്ച വഴിക്ക് അയാൾ വിളിച്ചു എന്നോട് റിസൈൻ ചെയ്തോളാൻ പറഞ്ഞു. ജഡ്ജി നാറിയിട്ട് റിസൈൻ ചെയ്തു. ഓക്കെ, ആ ജഡ്ജ്. അത് കഴിഞ്ഞ് ഇവർ ഈ കേസ് വേറൊരിതിലേക്ക് മാറ്റണം. വെച്ചാൽ ഈ കോർട്ടിൽ, ഒർലാൻഡോയിലുള്ള കോർട്ടിൽ 6 ജഡ്ജിമാരുണ്ട്. അവർക്ക് കൊടുക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഈ കളി എന്താണെന്നുള്ളത്. ഇവൻ പിടിച്ച് ഈ കേസ് ടാമ്പ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതൊരു 90 നാഴി അകലെ അപ്രോക്സിമേറ്റ്ലി, അവിടേക്ക് മാറ്റി. അങ്ങനെ ഇവൻ്റെ ഒരു ഓർഡർ വരെ എന്നോട്, കം ടു ദിസ് കോർട്ട് മിസ്റ്റർ ഡേവിഡ് ഫോർ എ കോൺഫറൻസ് പറഞ്ഞു. ഞാൻ കോർട്ടിൻ്റെ ഓർഡർ ആയതുകൊണ്ട് അവിടെ ചെന്നു. ഞാൻ പ്ലെയിൻ എടുത്ത് ന്യൂയോർക്കിൽ നിന്ന് ടാമ്പയ്ക്ക് വന്നു. അപ്പോൾ ഇവൻ്റെ റൂമിൽ സെക്യൂരിറ്റി ഗാർഡും അതും ഇതും മാർഷലൊക്കെ ഉണ്ട്. ഇവൻ നോട്ടീസ് ബോർഡിൽ എഴുതിയിരിക്കുകയാണ് ഇവൻ അഡീഷണൽ സെക്യൂരിറ്റി വേണമെന്ന്. ഞാനൊരു സിവിൽ കേസിനാണ് പോകുന്നത്, എന്നിട്ട് ക്രിമിനൽ കേസിന് വാണ്ടഡ് ആളല്ല. ഇവന് പേടിയാണ്, ഈ കള്ളത്തരം ചെയ്യുമ്പോൾ പേടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ യാതൊരു ഹിയറിംഗും ഉണ്ടായില്ല ഈ കോർട്ടിൽ. അപ്പോൾ ലീഗലായിട്ട് പല ഇഷ്യൂസ് ഉണ്ട്. ഈ കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ, ജിയോഗ്രാഫിക്കൽ ആൻഡ് പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ കേസ് ഇവന് കിട്ടിയിട്ടിപ്പോൾ ഒന്നും ചെയ്യില്ല, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. 82, 83, 84, 85 വരെ 4 കൊല്ലം കേസ് വെച്ചുകൊണ്ടിരുന്നിട്ട് വേറൊരു കേസ് ഇവർ ക്രിയേറ്റ് ചെയ്യാം വേറൊരു സ്റ്റേറ്റിൽ. ആ കേസിൽ മിച്ചിഗനിലാണ് കേസ് തുടങ്ങി വെച്ചത്. ഇതൊക്കെ ഒരു പ്ലാൻ ചെയ്ത കേസാണ്. ആ കേസിൻ്റെ ഒരു ഡിസിഷനാണ് കിട്ടിയ വഴിക്ക് അതാ കൊണ്ടുവന്നിട്ട് ഈ കേസ് തള്ളണമെന്ന് പറയാം. മനസ്സിലായി? ആ കേസ് US സുപ്രീം കോർട്ട് ത്രോ ചെയ്തു, ഗോൺ വിത്ത് ദ വിൻഡ്. ഓക്കെ, സോ കഴിഞ്ഞ 38 കൊല്ലമായിട്ട് ഈ കളികൾ നടക്കുക. ഞാൻ പേപ്പർ അയക്കും, അതിന് തിരിച്ചയക്കും ക്ലർക്ക് ഓഫ് ദ കോർട്ട്. കാരണം എന്ന് പറയാം, ക്ലർക്കിനറിയാം ഈ കേസ് ജയിക്കാൻ പറ്റുന്നില്ല, അവർക്ക് എന്നെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ നടക്കുന്ന കളികളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടാണ് എൻ്റെ വീഡിയോ ഇപ്പം ഇംഗ്ലീഷിൽ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളൊരു തംസ് അപ്പ് തരാം എനിക്ക്, ആൻഡ് ലൈക്ക് ഇറ്റ് പറഞ്ഞിട്ട് വാട്ട് എവർ ദ ഷെയർ ഇറ്റ് പ്ലീസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ ലോകത്തിന് അറിയാൻ പറ്റും എന്ത് കളികളാണ് നടക്കുന്നത് അമേരിക്കയിൽ നിന്ന്. ആ കളികളാണ്, അമേരിക്കയിലെ കളികളാണ് ഇന്ത്യയിലേക്ക് ഇവർ കൊണ്ടുവരാൻ പോരുന്നത്. ബിക്കോസ് ഇപ്പോൾ ആയിരക്കണക്കിന് കമ്പനികൾ USA വരികയാണ് ഇന്ത്യക്ക്. അവർ വരുന്നത് ഞങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടില്ല, അവരുടെ ഗുണത്തിനാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നത് എന്തിനാണ്? നിങ്ങളെ നന്നാക്കാൻ വന്നതല്ല. അപ്പോൾ അവർ വരുന്നത് അമേരിക്കൻ കമ്പനീനെ രക്ഷപ്പെടുത്താനാണ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, പ്രാക്ടീസിങ് ലോയേഴ്സ്, നിങ്ങൾ പ്ലെയിൻറ്റിഫിൻ്റെ ലോയറായാലും ഡിഫൻഡൻ്റ് ലോയറായാലും, അമേരിക്കയിൽ നടക്കുന്ന കളി ഇന്ത്യയിൽ നടക്കില്ല, പ്ലീസ്. സോ എൻ്റെ കേസ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം, കേട്ട് കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത്. ഞാൻ 38 കൊല്ലം ഫൈറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് സിംഗിൾ ഹാൻഡഡ്ലി ഞാൻ ഫൈറ്റ് ചെയ്യാണ് എഗെയിൻസ്റ്റ് എ മൈറ്റി ഗൊളിയത്ത്. അവർക്ക് എന്നെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഞാൻ കാലത്ത് ഒരു $300 ഞാൻ കോർട്ടിന് അയച്ചു. ഒരു റൂൾ 22 മോഷൻ എന്ന് പറയും. അത് ആദ്യം കൊടുത്തിട്ട് അവർ കൊടുത്തില്ല, ക്ലർക്കിൻ്റെ ഓഫീസ് ജഡ്ജിന് കൊടുത്തില്ല. ഇപ്പം ഞാൻ ഇന്ന് കാലത്തൊന്നും കൂടി അയച്ചിട്ടുണ്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞു. ഇതിൽ പല കളികളാണ്, ലീഗൽ കളികളാണ് നടക്കുന്നത്. മനസ്സിലായോ? കേൾക്കാൻ അർഹതയില്ലാത്ത കേൾക്ക് ജഡ്ജ് കേൾക്കുക, ക്ലർക്ക് കോർട്ട് എഴുതിയ ഓർഡർ മറിച്ചെഴുതുക, ജഡ്ജ് പറയുക ഡിസ്മിസ് ദ കേസ് വിത്തൗട്ട് പ്രിജുഡീസ് എന്ന് പറയുമ്പോൾ ക്ലർക്ക് അത് ഡിസ്മിസ് ദ കേസ് ഓൺ ദ മെറിറ്റ് എന്ന് എഴുതിയിട്ട് അവർക്ക് കോസ്റ്റ് കൊടുക്കാൻ പറ്റുക, അവനെ ഫയർ ചെയ്യുക കോർട്ട്. അങ്ങനെയുള്ള കളികളാണ് കംപ്ലീറ്റ്ലി. ഇഫ് യു റീഡ് ദ റൂൾസ് what they are doing, you will be shocked. By the grace of God, I am still alive to fight against the mighty Goliath. I hope you will enjoy
the documentary which we have it on the YouTube under the title David V.S. at&t Part 7, 8, 9, 10, 11 and the last video is an alleged terrorist. I'm a terrorist. Seeking justice with a vengeance. That's what I'm doing. So, hope you guys will നിങ്ങളതൊക്കെ കേട്ട് നിങ്ങൾക്ക് ലോ പഠിക്കുന്ന മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറയാം, അത് കാണാൻ വേണ്ടിയിട്ട്. അമേരിക്കയിലും ഇന്ത്യയിലും നിങ്ങൾ ഏത് പാർട്ട് ഓഫ് ദ വേൾഡ് ആയാലും ആൻഡ് ഷെയർ ഇറ്റ് സോ ദാറ്റ് people can be educated about the tactics, predatory tactics and predatory and dilatory tactics employed by one of the most powerful corporations in the world. And 38 കൊല്ലം, no hearing, this is the main thing, no hearing, no trial, no discovery. മനസ്സിലായോ? ഇത് കളിക്കണമെങ്കിൽ എത്ര ജഡ്ജിമാർക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ട്, എത്ര ആളെ വശീകരിച്ചിട്ടുണ്ട്, അവർക്ക് എന്നെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ പ്ലീസ് ഷെയർ ഇറ്റ്. താങ്ക് യു. ഒന്ന് വെച്ച് നോക്കിയാൽ അതിൽ